ജീവിച്ചിരിക്കുമ്പോൾ നാട്ടിലെ നല്ലൊരു അയൽവാസി എന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ അരിനി റഫീഖി ഫിൽ ജന്ന, സ്വർഗത്തിലെ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ, അയൽവാസി എന്നല്ല, കൂടെ ഇരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? അല്ലാഹു തആല പറഞ്ഞു, മൂസ നബിയെ, ആ ആൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകും, ആ മനുഷ്യൻ തന്നെ എന്ന് പറഞ്ഞു. മൂസ അലൈഹിസ്സലാം ഒരുപാട് കാലം താമസിച്ചത് സീനാ മരുഭൂമിയിലാണ്. അതായത് ഈജിപ്തിൻ്റെ ഏഷ്യൻ ഭാഗം, വടക്ക് ഭാഗം ഏഷ്യയാണല്ലോ. സൂയസ് കനാലിൻ്റെ അക്കരയിലൂടെ അങ്ങ് ഫലസ്തീൻ വരെ നീണ്ടു നടക്കുന്ന പർവ്വതങ്ങളും മലകളുമായി കിടക്കുന്ന വലിയൊരു മരുഭൂമിയാണ് സീനായി മരുഭൂമി. ഏകദേശം ഒരു 700 കിലോമീറ്ററോളം മരുഭൂമിയിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാനുണ്ടാവും. അതിൻ്റെ മധ്യത്തിൽ സെയിൻറ്റ് കാത്തറിൻ സിറ്റി എന്ന് പറയുന്നൊരു നഗരമുണ്ട്. അവിടെയാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ച മലയുള്ളത്, ആ വൃക്ഷമുള്ളത്. അവിടങ്ങളിൽ ഒരുപാട് കാലം മൂസ നബി അലൈഹിസ്സലാം താമസിച്ചിട്ടുണ്ട്. പിന്നെ മരിക്കാനായപ്പോൾ മഹാനവറുകൾ ഒന്നുകൂടെ വടക്കോട്ട് ഫലസ്തീനിലേക്ക്, ജെറൂസലേമിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അല്ലാഹുവേ, ആരാണാവോ നീ എനിക്ക് കൂട്ടിനായി സ്വർഗത്തിൽ എൻ്റെ കൂടെ ഇരിക്കാൻ കഴിയുന്ന കൂട്ടുകാർ ആരാണാവോ റബ്ബേ, ഒന്ന് കാണിച്ചു തരുമോ? സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ആ ആളെയും കാത്തിരിക്കുകയാണ്. അപ്പൊ ഒരു പാവം മനുഷ്യൻ ഇങ്ങനെ വരുന്നുണ്ട് അവിടെ, ഒരു കർഷകനായ ഒരു പാവം മനുഷ്യൻ. പടച്ചോനെ, അള്ളാഹു പറഞ്ഞു ഇപ്പൊ വരുന്ന ആളാണെന്ന്, വേറെ ആരും ഈ വഴിക്ക് വന്നിട്ടില്ല, ഈ ഒരാളെ വരുന്നുള്ളൂ. എങ്കിൽ അയാളെ ഒന്ന് ശരിക്കൊന്ന് പരിചയപ്പെടണം. ആ മനുഷ്യന്റെ കൂടെ അയാൾ കാണാതെ, മശാ ഖൽഫഹു യർഖുബുഹു, ആരും അറിയാതെ, ആ മനുഷ്യൻ അറിയാതെ മൂസ അലൈഹിസ്സലാം അയാൾ എന്താ ചെയ്യുന്നത്, എവിടത്തുകാരനാണ് എന്നറിയാൻ പിന്നാലെ നടന്നുപോയി കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അദ്ദേഹം കയറി ചെല്ലുന്നത് ഒരു കൊച്ചു കൂരയിലേക്കാണ്, ഒരു കൊച്ചു വീട്ടിലേക്കാണ്. അവിടെ കുറെ നേരം ഇരുന്ന് അയാൾ തിരിച്ചു വരുമ്പോ മൂസ അലൈഹിസ്സലാം അടുത്തു ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണ്? പേരൊക്കെ പറഞ്ഞു. നിങ്ങൾ ഈ പോയ വീട്, അവിടെ ആരാണുള്ളത്? അത് എൻ്റെ ഉമ്മയാണ്, ഞാൻ എൻ്റെ ഉമ്മയെ കാണാൻ വന്നതാ. അപ്പോഴേക്കും ഉമ്മ വൃദ്ധയായ, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ മങ്ങിയ, ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞ ഒരു ഉമ്മയാണ്. ആ ഉമ്മാക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാൻ വന്ന മോനാണിത്. ഒരുപക്ഷെ കണ്ണൂർക്കാരെ പോലെ ഭാര്യ വീട്ടിൽ താമസമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഉമ്മാൻ്റെ വീട്ടിൽ, ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കുക എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അവിടെ തന്നെയാണല്ലോ കാണേണ്ടത്. അപ്പം അദ്ദേഹം വേറെ എവിടെ നിന്നാണ് വരുന്നത്, ഉമ്മ ഒറ്റയ്ക്കൊരു വീട്ടിൽ. മുണ്ടേരിക്ക് അങ്ങനെ തന്നെയാണോ? ഞാനൊന്നും പറയണില്ല കേട്ടോ, അങ്ങനെ തന്നെ നിന്നോട്ടെ. അതിൻ്റെ ഒരുപാട് ഖൈർ അപ്പുറത്ത് ഡിബേറ്റ് വെച്ചാൽ ആരും ജയിക്കൂല. ഇതല്ലേ നല്ലത്, അതല്ലേ നല്ലതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തീരുമാനാക്കാൻ പറ്റൂല. അപ്പോൾ ഉള്ളതുപോലെ പോട്ടെ. മൂസ നബി അലൈഹിസ്സലാം റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയൊക്കെ അങ്ങോട്ട് കൊടുത്തയച്ചതാട്ടോ, അത് പറയട്ടെ. അപ്പോൾ മലപ്പുറക്കാർ അത് വെച്ചിട്ട് അങ്ങോട്ട് അൽഹംദുലില്ലാ, അമ്മായിമ്മ പോരുണ്ടാവില്ല നിങ്ങളെ സിസ്റ്റത്തിൽ. അതൊരു വല്ലാത്ത ഗുണമാണ്, പെണ്ണുങ്ങൾക്ക് നല്ല ഗുണമാണ്. അവർക്ക് ഭയങ്കര കോൺഫിഡൻസും സമാധാനവും, വീട് വിട്ടു പോകുന്നില്ലല്ലോ. അൽഹംദുലില്ലാ, അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് തീർച്ചയായും. ഈ ഉമ്മയെ കണ്ട് ഇറങ്ങി വരികയാണ്. അപ്പൊ മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഉമ്മയുടെ വർത്തമാനം എന്താണ്, നിങ്ങൾ ഉമ്മയോടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? അപ്പൊ പറഞ്ഞു, എൻ്റെ ഉമ്മ എൻ്റെ ജീവന്റെ ജീവനാണ്, ആ ഉമ്മയില്ലാതെ എനിക്ക് കഴിയില്ല. ആ ഉമ്മയ്ക്ക് എപ്പോഴും സേവനം ചെയ്യൽ എൻ്റെ ഒരു ആഗ്രഹം മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങളുടെ ഉണ്ട്, ഒരു മൂസ നബിയാണ് ചോദിക്കുന്നത്, അദ്ദേഹത്തിന് അറിയില്ല. ഉണ്ട്, എൻ്റെ ഉമ്മയുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഉമ്മയെ ഇങ്ങനെ എനിക്ക് ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് ആവേശം തരുന്നത്. ചോദിച്ചു, എന്താ ഉമ്മ ദുആ ഇറക്കാറുള്ളത്? എൻ്റെ ഉമ്മ ദുആ ഇറക്കാറുള്ളത്, അല്ലാഹുമ്മ ജഅൽ ഇബ്നി റഫീഖ മൂസൽ കലീം ഫിൽ ജന്ന, അല്ലാഹുവേ എൻ്റെ മകനെ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റുന്ന മോനാക്കി കൊടുക്കണമേ. എൻ്റെ ഉമ്മ എപ്പോഴും ദ്വാരക്കുന്നു.
മൂസ നബി അലൈഹിസ്സലാമാണ് ഈ മുമ്പിൽ നിന്ന് ചോദിക്കുന്നതെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. കലീമുല്ലാഹി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥന, നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അന മൂസ കലീമുല്ലാഹ്, ഞാൻ മൂസ നബിയാണ്. നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹു എന്നോട് പറഞ്ഞു, സ്വർഗത്തിൽ എൻ്റെ കൂടെ താമസിക്കുന്ന ആൾ ഈ വഴിക്ക് വരും, ആ വഴിക്ക് വന്നത് നിങ്ങളായിരുന്നു എന്ന് മഹാനായ മൂസ അലൈഹിസ്സലാം പറയുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണ് സന്തോഷം കൊണ്ട് ബാഷ്പകണങ്ങൾ പൊഴിയുകയാണ്. അല്ലാഹുവേ, ഈ ലോകത്ത് ഇത്രമേൽ സൗഭാഗ്യമുള്ള മറ്റാരുണ്ട് നമ്മുടെ ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ? ഉമ്മാക്ക് ചെയ്യുന്ന സേവനം ഇത് മക്കൾ ചെയ്യേണ്ടതാണ് കേട്ടോ. മക്കൾക്കാണ് ഉമ്മയോട് വാപ്പയോട് ഏറ്റവും ആദ്യത്തെ കടപ്പാട്, മരുമക്കൾക്കല്ല. മരുമക്കൾ എന്ന് പറഞ്ഞാൽ കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികൾക്കല്ല. പിന്നെയോ ആ ഉമ്മയുടെ ആൺകുട്ടികളും ആ ഉമ്മയുടെ പെൺകുട്ടികളും അവരാണ് ഖിദ്മത്ത് ചെയ്യേണ്ടവർ. അവർക്കാണ് അതിൻ്റെ കൂലി. നേരെ മറിച്ച് മരുമോള് ചെയ്താലും കൂലി കിട്ടും, അവർക്ക് കിട്ടും. പക്ഷെ ബാധ്യത ആർക്കാണ്? മക്കൾക്കാണ്. ഉമ്മമാരൊക്കെ പ്രായമാകുമ്പോഴേ നീ നിൽക്ക്, ഞാൻ നിൽക്ക്, ഞാനില്ല, നീ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുമ്പോഴേ ഭയങ്കര വേദന ഉണ്ടാവും. പഠിച്ചോനെ, ഇങ്ങനെയൊക്കെ മക്കളെ വളർത്തിയിട്ട് എനിക്കൊരാവശ്യം വന്നപ്പോ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ പൊന്നുമോളില്ലാതെ വന്നല്ലോ, എൻ്റെ മോനില്ലാതെ വന്നല്ലോ. ആ വേദനയുടെയൊക്കെ ആഘാതം വലുതായിരിക്കും. അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ ജീവിതത്തിൻ്റെ വലിയൊരു സമയം മാറ്റിവെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെത്ര വലിയ സൗഭാഗ്യവന്മാർ. എത്രയോ ആളുകൾ പറയാറുണ്ട്, ഉമ്മ എൻ്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് മരിച്ചത്. എൻ്റെ സുഹൃത്തുണ്ട് അബുദാബിയിൽ, റഷീദ് ഖാൻ, 3 പീടികയിലാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് സേവനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം നാട്ടിലേക്ക് ലീവ് എടുത്തു പോയി, കച്ചവടമൊക്കെ ഒഴിവാക്കിയിട്ട് ഉമ്മയെ റാഹത്തിൽ യാത്ര അയച്ചു. എന്നിട്ട് പറയും, ഉമ്മ പോയ സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ ആളല്ലേ, ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയില്ലേ? പറഞ്ഞു, അതേ ഉസ്താദേ, ഉമ്മയെ ഞാൻ തന്നെയാണ് ബാത്റൂമിൽ കൊണ്ടുപോയിരുന്നത്, ഞാൻ തന്നെയാണ് കിടത്തുന്നത്, ഞാൻ തന്നെയാണ് ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എൻ്റെ മടിയിൽ എൻ്റെ അരികത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഉമ്മ യാത്രയായത്. ഇനി എന്ത് വേണം ദുന്യാവിൽ? പിന്നെ മരിക്കൂലേ? എല്ലാവരും മരിക്കും. ആ ഒരു സേവനത്തിൻ്റെ പ്രതിഫലം അല്ലാഹു നഷ്ടപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, അല്ലാഹുമ്മ ജഅൽ ഇബ്നി റഫീഖ മൂസൽ കലീം ഫിൽ ജന്നഹ്. അല്ലാഹുവേ, എൻ്റെ ഈ മകനെ കലീമായ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ സ്വർഗത്തിൽ കിടക്കുന്ന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ദുആ ചെയ്യുന്ന ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്. ദുനിയാവിൽ നമുക്ക് ഒരുപാട് ആളുകളോട് കടപ്പാടുണ്ടായിരിക്കാം. ആ കടപ്പാടുകളിൽ വലിയൊരു കടപ്പാട് നമ്മുടെ മാതാപിതാക്കളോട് തന്നെയാണ്. അത് നമ്മുടെ ചെറുപ്പക്കാർ, കുട്ടികൾ മറക്കരുത്. ഏതെങ്കിലും പ്രേമമോ അതോ ഇതൊക്കെ തലയിൽ കയറുമ്പോഴേ ഉമ്മയെ ഉപ്പയെ കണ്ണീരിലാർത്തി ഒരു കാമുകന്റെ കൂടെ പോകുമ്പോൾ കിട്ടുന്ന സുഖം അത് പിന്നീട് കണ്ണുനീരായിട്ട് മാറും എന്നതിൽ സംശയമില്ല. നമ്മൾ അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കരുത്. ഒരു ഭാഗത്ത് ഇത് കിടക്കുന്നു, അടുത്തൊരു ചരിത്രം നേരെ ഓപ്പോസിറ്റാണ്. അള്ളാഹുവിന്റെ നബിമാരിൽ അള്ളാഹു പേരിട്ട് കൊടുത്തൊരു നബിയുണ്ട്. അള്ളാഹു ആണ് പേരിട്ടത് ആ കുട്ടിക്ക്. അതാരാണ്? അറിയുന്നവരുണ്ടാ? കൈപ്പൊക്കിയാട്ടെ, പെട്ടെന്ന് പറയണം. പറഞ്ഞോളൂ. കേട്ടില്ല. മുഹമ്മദ് നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ല, യഹ്യാ നബി അലൈഹിസ്സലാം. നിങ്ങളെ പേരെന്താ? യഹ്യാ? അബ്ദുൽ ലത്തീഫ് സാഹിബ് പറഞ്ഞു യഹ്യാ അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാം ക്രിസ്ത്യാനികൾ ജോൺ എന്ന് വിളിക്കും, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ജോർദാൻ നദിയിൽ ഈസ നബി അലൈഹിസ്സലാമിനെ പരിശുദ്ധ സ്നാനം ചെയ്യിച്ച പ്രവാചകൻ. ഈസ നബിയുടെ കസിനാണ്. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ മകൻ യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം. യഹ്യാ നബി വധിക്കപ്പെട്ട നബിയാണ്, ഷഹീദാണ്. യഹ്യാ നബി അവരുടെ ഉപ്പയും ഷഹീദാണ്. സക്കരിയ നബി അലൈഹിസ്സലാമും വധിക്കപ്പെടുകയാണ് ഉണ്ടായത് ശത്രുക്കളുടെ കരങ്ങളാൽ. യഹ്യാ നബി അലൈഹിസ്സലാം അങ്ങനെ. യഹ്യാ നബിയുടെ കൈയിൻ്റെ ഇടത്തെ കൈയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കൈയിൻ്റെ എല്ല്, തലയോട്ടിയുടെ ഒരു ഭാഗം ഇന്ന് തുർക്കിയിലെ ഇസ്തംബൂളിലെ ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയത്തിലെ ഇസ്ലാമിക് ആൻറ്റിക്കുകളിൽ അവിടെ ചെന്നാൽ കാണാൻ പറ്റും. അവിടെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ വടിയുണ്ട്, കാണാൻ ആഗ്രഹമില്ലേ? നിലത്തിട്ടാൽ സർപ്പമായി മാറിയിരുന്ന
മൂസ നബി അലൈഹിസ്സലാമിൻ്റെ വടി, വമാ തിൽക ബിയമീനിക യാ മൂസ, വളരെ മനോഹരമായി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ദാവൂദ് നബി അലൈഹിസ്സലാം ഉപയോഗിച്ച വാള് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടേത്. ഒരുപാട് തങ്ങളുടെ നഖവും അവിടുത്തെ പല്ലും തലമുടിയും അവിടുന്ന് ഉപയോഗിച്ച ചെരുപ്പും അവിടുത്തെ വാളും തുടങ്ങി ഒരുപാട് ഖുലഫാ റാഷിദുകളുടെയൊക്കെ ഒരുപാട് ആൻറ്റിക് അവരുടെ കീഴിൽ. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒറിജിൻ അവരുടെ കയ്യിൽ വരാൻ തന്നെയാണ് ഏറ്റവും സാധ്യത ഏറെയുള്ളത്. ഏതായിരുന്നാലും യഹ്യാ നബി അലൈഹിസ്സലാം, യഹ്യാ നബിയുടെ കാലത്തെ ഹെറോഡസ് എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം ഒരു പെണ്ണുമായി ഇഷ്ടത്തിലായപ്പോൾ ആ പെണ്ണ് ഒരു അഭിസാരികയായ വ്യഭിചാരം ചെയ്തിരുന്നൊരു പെണ്ണായിരുന്നു. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ തരയണമെങ്കിൽ യഹ്യാ നബിയുടെ തല അറുത്ത് നിങ്ങളൊരു പ്ലേറ്റിൽ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണം. മഅദല്ലാഹ്. അദ്ദേഹം ആദ്യം പറഞ്ഞു, യഹ്യാ നബിയുടെ തലയറുക്കണമെന്നാണോ നീ പറയുന്നത്? അള്ളാഹുവിന്റെ ശാപം എനിക്കുണ്ടാവൂലേ, ഞാനത് ചെയ്യൂല. പിന്നെ ഈ പ്രേമത്തിന് തലയുമാലൊന്നുമില്ല എന്ന് പറയുന്ന പോലെ അവസാനം വശംവദനാവുകയാണ്. തൻ്റെ പട്ടാളക്കാരോട് യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ചെന്ന് ആ മഹാമനുഷ്യന്റെ ശിരസ്സറുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ദാരുണമായൊരു സംഭവം. വീട്ടിലേക്ക് ചെന്നപ്പോ വാതിൽ മുട്ടിയപ്പോ തുറക്കുന്നില്ല, ഉള്ളുന്ന് ലോക്കാണ്. അവര് ചവിട്ടി തുറന്നു. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ വീട് ഫലസ്തീനിലാണ്. ജെറിക്കോ എന്ന് പറയുന്ന, അറബിയിൽ അരീഹ എന്ന് പറയുന്ന സ്ഥലമാണ് യഹ്യാ നബിയുടെ സ്ഥലം. ജോർഡാന്റെ ബോർഡറിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 4 കിലോമീറ്റർ എങ്ങാനുണ്ട്, നോക്കിയാൽ കാണും. അതിപുരാതനമായ ലോകത്തെ നഗരമാണ് ജെറിക്കോ. BC 5000 രൂപം കൊണ്ട ആ ഒരു നഗരം. നമ്മുടെ കുട്ടികളൊക്കെ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിക്കുന്നുണ്ടാവും. ജെറിക്കോ, അരീഹ എന്നാണ് അറബിയിൽ പറയാം. ഈ അരീഹ എങ്ങനെ ജെറിക്കോ ആയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാമീപ്യം പോലും കിട്ടുന്നില്ല. ജെറിക്കോ, അതാണ് അരീഹ. യഹ്യാ നബി അലൈഹിസ്സലാം നിസ്കരിക്കുകയായിരുന്നു അവിടെ. നിസ്കരിക്കുന്ന മഹാനവറുകൾ ആ നിസ്കാരത്തിലായിരിക്കെ വാളുകൊണ്ട് മഹാനവറുകളുടെ തലവെടുക്കുകയായിരുന്നു പട്ടാളക്കാർ. ആ തലയും കൊണ്ട് ഈ പെണ്ണിന്റെ അരികത്തേക്ക് ഓടിച്ചെന്നു. രാജാവിന് കൊണ്ടുപോയി കൊടുത്തു, ഹെറോഡസിന്. ഹെറോഡസ് ആ തളികയുമായി അഭിസാരികയായ പെണ്ണിന്റെ അരികത്ത് ചെന്നു. അവൾ സന്തുഷ്ടയായി സന്തോഷം കൊണ്ട് ഒരു രാക്ഷസിയെ പോലെ അവൾ പൊട്ടിച്ചിരിച്ചു. ആരുടെ തലയാണിത്? ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയാ. യഹ്യാ നബിയെ, നിങ്ങളുടെ മകന് ഞാൻ പേരിട്ടിരിക്കുന്നു ബിയഹ്യാ, യഹ്യാ എന്ന്. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയാ. അങ്ങനത്തെ ഒരു ഖോനയും അങ്ങനത്തെ ഒരു സാദൃശ്യമുള്ള പേര് വേറെ ആർക്കും നമ്മൾ കൊടുത്തിട്ട് പോലുമില്ല. ആ മഹാനായ പ്രവാചകന്റെ തലയെറുത്ത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ ആ പെണ്ണ് സന്തോഷം കൊണ്ട് അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ചു. അവിടെ ഉമ്മയുടെ അടുക്കത്തേക്ക് ഓടിയതാ. ഉമ്മ കണ്ടോ, എന്തേ അവള് ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് മഹാനായ പ്രവാചകൻ യഹ്യാ നബി അലൈഹിസ്സലാം സമ്മതം കൊടുത്തില്ലായിരുന്നു. യഹ്യാ നബി അലൈഹിസ്സലാം അത് നിരൂപിക്കുമായിരുന്നു. ലോകത്തങ്ങനെയാണ്. തിന്മകളെ നിരൂപിക്കുകയോ എതിർക്കുകയോ അതിനെതിരെ സംസാരിക്കുകയോ ചെയ്യുന്നവരെ ആൾക്കാർ വകവരുത്തും. മുസ്ലിമീങ്ങളാണോ, അവർക്ക് സ്വർഗത്തിലേക്ക് പോകാം, ഷഹാദത്തിന്റെ കൂലി കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരാളെ കൊന്നതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം അവസാനിക്കില്ല എന്നത് ചരിത്രമാണ്. അത് തുടർന്നു കൊണ്ടിരിക്കും. അത് വേറെ റിലേ ആണ്, അത് അടുത്ത ആൾ ഏറ്റെടുത്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നോക്കൂ. ഒരു കാലത്ത് ഫലസ്തീനിലെ ആളുകൾ പലായനം ചെയ്തു. ഫലസ്തീനിൽ നിന്ന് നാടുവിടേണ്ടി വന്നു. 1948 ശേഷം അവിടെയുണ്ടായ അധിനിവേശത്തെ തുടർന്ന് നാടുവിട്ട ഫലസ്തീനികൾ, ആ നാട് അവർ ഒഴിഞ്ഞുകൊടുത്തു. കുറെ ആളുകൾ പോകേണ്ടി വന്നു. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? ഈ ആളുകളാണ് ഹോളണ്ടിലും പോളണ്ടിലും UK-യിലും കാനഡയിലും USA-യിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ ചെന്നത്. ഇവിടുന്ന് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടങ്ങളിൽ ദീനങ്ങ് പ്രചരിച്ചു. ഈ ആളുകൾ ചെന്നതാണ്. ഒരു ഭാഗത്ത് ഊതിക്കെടുത്തിയപ്പോ ഇപ്പുറത്തത് മഹാവെട്ടമായി വെളിച്ചമായി പടരുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ദീനിന്റെ അങ്ങനെ പ്രത്യേകത. ആ ആളുകൾ ഫലസ്തീനിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്ര പെട്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ദീനിന് വേരോട്ടമുണ്ടാകുമായിരുന്നോ എന്ന സംശയമാണ്. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ തലയുമായി പെണ്ണ് ഉമ്മയുടെ അരികത്തേക്ക് ചെന്നു. ഉമ്മാക്ക് ഇത് കണ്ടപ്പോഴേ പേടി തോന്നി. ഉമ്മ പേടിച്ച് ഉറക്കാൻ തുടങ്ങി. പടച്ചവനെ, എൻ്റെ പെണ്ണ് എത്ര വലിയ ദുഷ്ടയാണ്. ഈ ഒരു പ്രവാചകന്റെ തല വേണമെന്നല്ലേ അവൾ വാശി പിടിച്ചത്.
അതാണെങ്കിലോ പ്രേമം തലക്ക് കയറിയ ഹെറോഡസ് അത് നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോഴേക്കും അവരുടെ വീട്ടുമുറ്റത്ത് ഭൂചലനങ്ങൾ അനുഭവിക്കുകയാണ്. ആ പെണ്ണ് ഈ തളികയും പിടിച്ചു നിൽക്കുമ്പോ വിറക്കുകയാണ്. നോക്കുമ്പോ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന പരീക്ഷണത്തിന് ശിക്ഷക്ക് അവൾ വിധേയാവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഖാറൂൻ എന്ന് പറയുന്ന വലിയൊരു മുതലാളി ഉണ്ടായിരുന്നു. ഖാറൂൻ മൂസാ നബിയുടെ സഹോദരൻ ഹാറൂൻ നബിയാണ് അലൈഹിസ്സലാം. പക്ഷെ ഖാറൂൻ മോശപ്പെട്ട ഒരു മുതലാളിയാണ്, ദുഷ്ടനായിരുന്നു. ഖാറൂനിനെ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, ഖാറൂനിനെ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുകയാണ് ഉണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുപോലെ ഈ പെണ്ണിനെ ഭൂമിയിലേക്ക് അള്ളാഹു പിടിച്ചു താഴ്ത്തുകയാണ്. ഊരവരെ ഭൂമിക്കുള്ളിലേക്ക് അവൾ കുടുങ്ങി. അവൾ നിലവിളിക്കുന്നുണ്ട്, ഉമ്മാ എന്നെ പിടിക്കണേ പിടിക്കണേ. ഉമ്മ പറഞ്ഞു, മോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നോക്കണേ, ആ പെണ്ണിന്റെ കഴുത്തുവരെ ഭൂമിയിലേക്ക് ആണ്ടുപോയപ്പോ ആ ഉമ്മയുടെ മനസ്സിലൊരു തോന്നൽ. എന്തിനു ഉമ്മാക്കത് തോന്നിയെന്നറിയും? ഉമ്മ പറഞ്ഞു, എന്റെ മോളിന് കാണാൻ കിട്ടൂലല്ലോ, ആ തലങ്ങ് എടുത്തു വെച്ചേക്കാം, ഏതായാലും ഭൂമിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്, ഇനി പിടിച്ചാൽ കിട്ടൂല, അവളുടെ തലയങ്ങൾ എടുത്തേക്ക് എന്ന് കൂടെയുള്ളവരോട് പറയുമ്പോ മഹാനായ പ്രവാചകന്റെ തലയെടുക്കാൻ പറഞ്ഞ് ഈ പെണ്ണിന്റെ തല അവിടെ മുറിച്ചെടുക്കപ്പെടുകയുണ്ടായി. അത് മാത്രമോ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് നെബുക്കദ്നേസർ എന്ന് പറയുന്ന ബുഖ്ത് നസർ എന്ന ക്രൂരനായ ഭരണാധികാരി ജെറൂസലേമിന്റെ പരിസരങ്ങളിലൂടെ നരനായാട്ട് നടത്തിയത്. ഈ നാട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കസിൻ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ തല അറുക്കുകയും മഹാനവറുകളെ കൊല ചെയ്യുകയും ചെയ്തതിൽ സന്തോഷം കാണിച്ച 57,000 ആളുകളെ കൊല ചെയ്ത ഭരണാധികാരിയാണ് ബുഖ്ത് നസർ. ചരിത്രം പറയാ, ഒരു പ്രവാചകന്റെ തലയെടുക്കാൻ കൂട്ടുനിന്ന ആളുകളിൽ 57,000 പേരെയാണ് നരനായാട്ടു ചെയ്തത് നെബുക്കദ്നേസർ. ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കുക. എന്തിന്? തിന്മക്ക് ശിക്ഷയുണ്ട് ലോകത്ത്. ചിലപ്പോ ഒരൽപ്പ സമയം വൈകിയേക്കും. നമ്മുടെ കണക്കിൽ, അള്ളാഹുവിന്റെ കണക്കിൽ വൈകുന്നില്ല. നന്മയ്ക്ക് തീർച്ചയായും അള്ളാഹു പ്രതിഫലം നൽകും. ഒരു നന്മയും നഷ്ടപ്പെടുന്നില്ല. മൂസാ നബിയുടെ കാലത്തെ ഉമ്മയെ സേവനം ചെയ്ത മഹാനെ പോലെ ഒരു സാധാരണക്കാരൻ. ഇപ്പുറത്ത് അഭിസാരികയായ ഒരു പെണ്ണ്, അവൾ ചെയ്ത ദുഷ്കർമ്മത്തിന് അള്ളാഹു കൊടുത്ത ശിക്ഷയാണിത്. അതുകൊണ്ട് അൽ ബിർറു ലാ യബ്ലാ, നന്മകൾ ഒരിക്കലും തേഞ്ഞുമാഞ്ഞു പോകുന്നില്ല. വദ്ദയ്യാനു ലാ യനാം, സർവേശ്വരനായ പടച്ചതമ്പുരാൻ ഉറങ്ങുന്നുമില്ല. കമാ തദീനു തുദാൻ നിഅമൽ മാ ശിഅത കമാ തദീനു തുദാൻ, നിങ്ങൾക്ക് വേണ്ടതു ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയാണ് നിങ്ങളോട് പെരുമാറപ്പെടുക. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനനുചിതമായിട്ടാണ് നിങ്ങളോട് പ്രവർത്തിക്കപ്പെടുന്നത്. ലോകത്തെ അള്ളാഹുവിന്റെ സാന്നിധ്യം അറിയിക്കുന്ന വലിയൊരു സംഗതിയാണ് നീതിയാണ് ലോകത്ത് ജയിക്കുന്നത് എന്നത്. സത്യത്തിനെന്നും 17 വയസ്സെന്ന് പറയൂലേ, സത്യം എത്ര മൂടി വെച്ചാലും, പത്രങ്ങളും മീഡിയകളും മൂടി വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും. നീതി അങ്ങനെയാണ്. അള്ളാഹു നീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ യുക്തിയുണ്ട്. അതുകൊണ്ട് നന്മകൾ ഒരിക്കലും നഷ്ടമാവില്ല, തിന്മകൾ ഒരിക്കലും അള്ളാഹു കാണാതെ പോകുന്നില്ല എന്ന ആ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. പുണ്യനബിയുടെ മുമ്പിൽ 2 സ്വഹാബിമാർ, ഹബീബായ തങ്ങളുടെ മുമ്പിൽ 2 സ്വഹാബിമാർ. ഒരാൾ പറഞ്ഞു, നബിയെ, ചെറിയ ചെറിയ സൽക്കർമ്മങ്ങള് ഞാനതൊന്നും അത്ര കാര്യക്കാറില്ല. വേറെ ഒരാൾ, ചെറിയ ചെറിയ തെറ്റുകള് ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് പറഞ്ഞതിന് മറുപടിയാണ് 2 ആയത്തുകൾ ഖുർആനിൽ ഇറങ്ങിയത്. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. അണുമണി തൂക്കം നന്മ ചെയ്താൽ ആ നന്മ നിങ്ങൾക്ക് കാണാം. അണുമണി തൂക്കം തിന്മ ചെയ്താൽ ആ തിന്മയുടെ ശിക്ഷയും നിങ്ങൾക്ക് കാണേണ്ടി വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമുക്കറിയുന്ന സൂറയാണ് സൂറത്തു സൽസല. ഓതി നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ
يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, മനുഷ്യരെ ബുദ്ധിയും കഴിവും എല്ലാവിധ സംവിധാനങ്ങളും റിസോഴ്സുകളും കൊടുത്ത് പറഞ്ഞയച്ചിട്ട് ആരാണവരിൽ അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ദർറ എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചത്തിന്റെ ആ ഒരു ബീമിൽ കാണുന്ന പൊടിപടലങ്ങൾ. വീട്ടിലൊക്കെ പണ്ട് ചെറിയ ദ്വാരങ്ങൾ വെക്കും എയർ സർക്കുലേഷന്. അപ്പോൾ അസറിന്റെ സമയത്തൊക്കെ അതിലൂടെ സൂര്യപ്രകാശം വരുമ്പോൾ കുറേ പൊടി കാണും. അതാ വെളിച്ചത്തിലേ കാണുള്ളൂ, വെളിച്ചത്തിന് ഇപ്പുറത്ത് പൊടി കാണുന്നില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ആ വെടിപ്പഴുതിലൂടെ കാണുന്ന വെളിച്ചത്തിൽ കാണുന്ന പൊടിക്കാണ് ദർറ എന്ന് അറബി ഭാഷയിൽ പറയാറുള്ളത്. അത്ര കണ്ണുകൊണ്ട് കാണാനൊന്നുമില്ല. അത്ര ചെറിയൊരു നന്മ നിങ്ങൾ ചെയ്താൽ ആ നന്മയുടെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കും. അത്ര തന്നെ തെറ്റ് നിങ്ങൾ ചെയ്യുകയാണ്, കൂട്ടുകാരെ നിങ്ങൾ കാണുമ്പോൾ പ്രസന്നമായ മുഖത്തോടുകൂടെ, സന്തോഷമുള്ള മുഖത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരെ കാണുന്നത് പോലും നിസ്സാരമാക്കരുത്. ആ ഒരു പുഞ്ചിരിക്ക് പോലും സ്വതക്കയുണ്ട്, സ്വതക്കയുടെ പ്രതിഫലമുണ്ട്. കാശ് കൊടുക്കുന്ന ഒരു മനുഷ്യന് സന്തോഷമുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കൊണ്ട് കാണുന്നവർക്ക് സന്തോഷമുണ്ടാകുന്നുണ്ട്, അല്ലേ? ഞാനിപ്പോ ഇങ്ങനെ മുഖം കറുപ്പിച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖമൊക്കെ ഇങ്ങനെ ആവുന്നത് എനിക്ക് കാണാൻ പറ്റും. ഞാൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു റാഹത്ത് നിങ്ങളുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റും. ചില ആളുകളുണ്ടാവും രാവിലെ ഇന്നത്തെ ദിവസം പോക്ക, അത് കേട്ടായി കേൾക്കുന്നവൻ്റെ ദിവസം പോക്കായി പോകും. അവനത് പറയാതിരുന്നാൽ മതി. നേരെ മറിച്ച് അൽഹംദുലില്ലാ, നേരം വെളുത്തില്ലേ, നമുക്ക് അല്ലാഹു ആയുസ് തന്നില്ലേ, ഇന്നത്തെ ദിവസം എത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യണം, ഇത് അല്ലാഹു നമുക്ക് തന്ന ഒരു പുനർജീവനാണ് എന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെ വർക്ക് പ്ലേസിലേക്ക്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരുമ്പോൾ അങ്ങനത്തെ ഒരു കമന്റ് പറയുമ്പോൾ എന്ത് റാഹത്തായിരിക്കും. ചില ആളുകൾ ഒരു കല്യാണത്തിനോ ഒരു സൽക്കാരത്തിനോ വന്നാൽ ചിലർ അവരെ പറ്റി പറയും, അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അല്ലെ ആ മനുഷ്യൻ ഈ പരിപാടിക്ക് വന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്തേ? അവർ വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടേ പോവുള്ളൂ. ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ സ്പ്രേ ചെയ്യും. ചില ആളുകൾ അവിടെ കാണാതെ ആയാൽ എവിടെ പോയി അദ്ദേഹം, അല്ലെങ്കിൽ അവൾ എവിടെ എന്ന് കൂട്ടുകാരികൾ ചോദിക്കുന്ന, അയാൾ എവിടെ എന്ന് കൂട്ടുകാർ ചോദിക്കുന്ന പോസിറ്റിവിറ്റി കൊടുക്കുന്ന ചില ആളുകൾ, അത് സമൂഹത്തിന് ഉണ്ടാക്കുന്ന നല്ല ഒരു പോസിറ്റിവിറ്റി വലുതാണ്. അതിനൊക്കെ കൂലി കിട്ടും. പുഞ്ചിരിക്കുമ്പോൾ കൂലിയുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു ദീനാ നമ്മുടേത്. നമ്മുടെ മലയാളികൾ തീരെ പുഞ്ചിരിക്കാറില്ലല്ലോ. ശ്രദ്ധിച്ചിട്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാ. ഈ ടെൻഷൻ എപ്പോഴാണ് തീരെന്നറിയോ? കുട്ടിനെ കെട്ടിക്കണം, പേരുണ്ടാക്കണം, പേരക്കുട്ടിയാവണം. ഇപ്പം മരിച്ചു പോകൂലേ? ഇന്നത്തെ കാര്യം റാഹത്ത, അൽഹംദുലില്ലാഹ്, സന്തോഷിച്ച് ജീവിച്ചൂടെ? നമ്മൾ ഈ വരാൻ പോകുന്ന കാര്യം, കടം വീട്ടാനുണ്ട്, എല്ലാവർക്കും കടമില്ലേ, അത് വീട്ടിൽ കഴിഞ്ഞ് അന്നേ ഞാൻ ചിരിക്കുള്ളൂ, അതുവരേക്ക് തിരിക്കാൻ പറ്റൂല. അങ്ങനെയൊന്നും തീരുമാനിക്കരുത്. അതിൻ്റെ ഇടക്കും സന്തോഷവും പുഞ്ചിരിയും കൊണ്ട് കിട്ടേണ്ട സ്വതക്കകൾ നമുക്ക് നഷ്ടപ്പെടുത്തി കളയല്ലേ. അത് സന്തോഷം എപ്പോഴും ഒരു നാട്ടിലുള്ള ആളുകളുടെ മുഖപ്രസന്നത, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇബാദത്താണ്, സ്വതക്കയാണ്. തങ്ങൾ പറയാ വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വതഖ, അതൊരു സ്വതക്കയായിട്ട് അല്ലാഹു രേഖപ്പെടുത്തും നിങ്ങളുടെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നന്മകളിൽ ചെറിയൊരു നന്മ പോലും നിസ്സാരമായി കാണരുത്. പിന്നെ തങ്ങൾ പറഞ്ഞു, വഴിയിലുള്ള ഒരു തടസ്സം, ഒരു മുള്ള്, ഒരു കമ്പി, ഒരു വയറ്, ഒരു കുപ്പിച്ചില്ല്, ഒരു കല്ലിന്റെ കഷ്ണം, അത് എടുത്തു മാറ്റുന്നതാണെങ്കിൽ പോലും അതിപ്പോ എന്താ ആരെങ്കിലും ചെയ്തോളും എന്ന് പറയരുത്. നിങ്ങളുടെ കൈ കൊണ്ടൊരു വേസ്റ്റ് നിങ്ങൾ ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗാർബേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിന് അല്ലാഹു കൂലി തരും. റോഡിലൊരു ചെറിയ ഉരുളം കല്ലിട്ട് നിൽക്കുന്നുണ്ട്, നമ്മുടെ ബൈക്കുകാരൊക്കെ പോകുമ്പോൾ അങ്ങ് കയറിപ്പോയാൽ, സ്ലിപ്പായാൽ തലടിച്ച് വീഴൂലേ? അതൊന്ന് വണ്ടി നിർത്തിയിട്ട് ആ ഒരു കല്ലും എടുത്തു മാറ്റി, എന്തൊരു കൂലിയാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഒരാൾ സ്വർഗത്തിൽ പോയത്
വഴിയുടെ മധ്യത്തിലൊരു മരമുണ്ടായിരുന്നു, അത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ തടസ്സം നിന്നിരുന്നു. ആ മരം മുറിച്ചു മാറ്റിയതിന്റെ പേരിൽ അള്ളാഹു കൂലി കൊടുത്തു. ആ മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുത്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ റോഡ് സൈഡിലൊക്കെ മരങ്ങൾ ചാഞ്ഞു നിൽക്കുമ്പോൾ ഈ കണ്ടെയ്നറുമായി പോകും, നാഷണൽ ഹൈവേ പ്രത്യേകിച്ചും. അപ്പൊ അതൊക്കെ മുറിക്കാൻ വേണ്ടി ഉത്തരവായി വരുമ്പോൾ സമരം ചെയ്യാൻ കുറച്ച് ആൾക്കാർ. അവിടെ ഇരിക്കുന്ന പക്ഷികൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ തണൽ നഷ്ടപ്പെടുമല്ലോ, ഒക്കെ ശരിയാണ്. പക്ഷെ മനുഷ്യന്റെ സേഫ്റ്റി ഈസ് പാരമൗണ്ട്. അതിലേറെ വലുതാണ് മനുഷ്യന്റെ സേഫ്റ്റി എന്ന് പറയുന്നത്. സുരക്ഷിതത്വവും യാത്രാ സൗകര്യവും. അതിന് തടസ്സമുള്ളത് നീക്കണം. ചെടികൾ നട്ടുപിടിപ്പിക്കുക. ഒരു മരം മുറിച്ചു മാറ്റുമ്പോൾ 10 എണ്ണമെങ്കിലും മിനിമം നടണമെന്നാണ്. അതിന് നിസ്സാരമായി കാണില്ല. പക്ഷേ തടസ്സം നിൽക്കുന്നത് മുറിച്ചു മാറ്റുമ്പോഴേ അത് ഒരു സമരത്തിലേക്ക്, ഒരു പ്രകൃതിവാദികളായി വന്ന് മനുഷ്യർക്ക് ശല്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് തടസ്സം നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല, ഭൂഷണമല്ല. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന് ഇവിടെ പ്രയോറിറ്റി ഉണ്ട്. ഇത് ഇസ്ലാമിന്റെ വീക്ഷണമാണ്. ജീവികളും മറ്റു പറവുകളൊക്കെ ഇവിടെ ഉണ്ട്, ശരിയാണ്. പക്ഷേ ഹു ഹാസ് ദ ടോപ്പ് പ്രയോറിറ്റി? ഹ്യൂമൻ ബീയിങ്സ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. ഈ ഒരു തത്വം ഇല്ലെങ്കിൽ പലർക്കും പലതും വാദിക്കാൻ പറ്റും. അതുകൊണ്ട് നന്മകളിലേക്ക് മുന്നിട്ട് വരേണ്ടവരാണ് നമ്മൾ. സമൂഹത്തിൽ ചില പ്രയോറിറ്റൈസേഷൻ ആവശ്യമുണ്ട് എന്നാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചില കാര്യങ്ങളെ മുൻഗണനാ ക്രമത്തോടുകൂടെ കാണേണ്ടതുണ്ട്. സത്യവിശ്വാസികൾക്ക് ചില അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നത്, ഒന്ന് വിശാലതയുള്ള വീട്, സൗകര്യമുള്ള വാഹനം, നല്ല ഒരു അയൽവാസി, നല്ല ഒരു കുടുംബിനി, നല്ലൊരു ഭാര്യ. ഈ 4 മിൻ സആദത്തിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാ. ചിലർക്ക് മുഴുവൻ കിട്ടും, ചിലർക്ക് പകുതി കിട്ടും, ചിലർക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വരും. കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ സൗഭാഗ്യമാണ്. കൺകുളിർമയുള്ള ഒരു പടച്ചവനെ ഭയപ്പെടുന്ന ഒരു ഭാര്യയെ, അയൽപക്കങ്ങൾ നമ്മൾ വാതിൽ തുറന്നാൽ, ജനൽ തുറന്നാൽ കണ്ണെത്തുന്ന ഇടങ്ങളാണ്. അവിടങ്ങളിലൊക്കെ നമ്മുടെ കുറ്റം കുറവ് മാത്രം നോക്കി നടക്കുന്ന മനുഷ്യന്മാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ശാപമാണ്. അവിടെ വല്ല കുഴപ്പമുണ്ടോ, അവിടേക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി നടക്കുന്ന ഒരു അയൽവാസിയേക്കാളൊക്കെ അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ, എന്തെങ്കിലും ആവശ്യങ്ങൾ ഞങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുന്ന സുമനസ്സുകളായ ആളുകൾ അയൽപക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമല്ലേ? ചില ആൾക്കാർ വീട് വിട്ടു പോകാറുണ്ട് അയൽവാസികളുടെ ഉപദ്രവം കൊണ്ട്. അയൽവാസി ശരിയില്ലെങ്കിൽ പിന്നെ നമ്മോട് ജീവിക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആവരുത്. സത്യവിശ്വാസികൾ സജ്ജനങ്ങളും സൽസ്വഭാവികളുമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞത് അൽ മർക്കബുൽ ഹനി, ആശ്വാസമുള്ള വാഹനം എന്നാണ്. ദൂരയാത്രകൾക്ക്, ചെറിയ യാത്രകൾക്കൊക്കെ സൗകര്യപ്രദമായൊരു വാഹനം, അത് അള്ളാഹു നൽകുന്നൊരു സൗഭാഗ്യമാണ്. പിന്നെ പറഞ്ഞു അൽ മൻസിലുൽ വാസിഅ, കുടുസായ ഒരു വീടല്ല, വിശാലതയുള്ളൊരു വീട്. അള്ളാഹു നമുക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ നൽകട്ടെ. നാളെ ആഖിറത്തിലും അള്ളാഹു നമുക്ക് സ്വർഗലോകം തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യ നബി തങ്ങളോട് സ്വഹാബിമാർ ചോദിക്കുമായിരുന്നു, നബിയെ, നമ്മുടെ അയൽവാസി, ഖബറിൽ കിടക്കുന്ന നമ്മുടെ ഒരു അയൽവാസി നന്നായാലോ ഇല്ലെങ്കിലോ വല്ല കുഴപ്പമുണ്ടോ? നമുക്ക് ആരുടെ അടുത്താണോ നമ്മൾക്ക് ഖബർ കുഴിക്കപ്പെടുന്നത്, ഇപ്പുറത്തൊരു കള്ളുകൂടിയനാണ്, ഒരു തൗബ ചെയ്യാതെ മരിച്ചുപോയ മനുഷ്യനാണ്, പാപിയായ ഒരാളാണ്. അങ്ങനത്തെ ഒരാളിന്റെ തൊട്ടിപ്പുറത്ത് ആകെ ഒരു 5 ഇഞ്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോ. ഇപ്പുറത്ത് കിടക്കുമ്പോഴേ അതുകൊണ്ട് വല്ല പ്രയാസമുണ്ടോ നബിയെ? തങ്ങൾ ചോദിച്ചു, ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ അയൽവാസി നന്നായാലും കേടായാലും വല്ല കുഴപ്പമുണ്ടോ? നന്നായാൽ നല്ല തന്നെ നബിയെ, കേടായ ഭയങ്കര പ്രശ്നം തന്നെയാണ്. എന്നാൽ ഖബറിലും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നമുക്ക് സജ്ജനങ്ങളുടെ അവരുടെ കൂടെ കിടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ.